വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സദൃശ്യവാക്യം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അതിന്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ വായിച്ച് അതിന്റെ വഴികൾ, ഹല്ലേലൂയ, സ്തോത്രം, ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു എന്ന വചനം വായിക്കുമ്പോൾ നമ്മൾ സദൃശവാക്യം 3-ാം അധ്യായം ആദ്യം തൊട്ട് വായിച്ചു വന്നെങ്കിലേ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പം സദൃശവാക്യം 3-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് കാണുന്നുണ്ട്, മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയിൽ മുഷിയുകയും അരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യൻ വിവേകം ലഭിക്കുന്ന നരന് ഭാഗ്യവൻ. അങ്ങനെ ചില ഉപദേശങ്ങൾ ഈ കാലഘട്ടത്തിലുള്ള തലമുറയ്ക്ക് സകല ജനത്തിന് ദൈവം തരികയാണ്. ഒരു കണക്ക് പറഞ്ഞാൽ 100% നമ്മൾ ചിന്തിച്ചാൽ സദൃശ്യമാക്കി ഈ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കൂടുള്ള ഒരു പ്രബോധനമാണ്. പലരും അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ചിലർ പറയും കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, മുതിർന്നവരടക്കം സദൃശ്യവാക്യം വായിച്ച് ഈ ഉപദേശം കൈക്കൊള്ളണം. ജ്ഞാനത്തിന്റെ പ്രബോധനങ്ങളെ നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. ജ്ഞാനത്തിന്റെ പ്രബോധനം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് നമ്മുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുക, കുടുംബം ഛിന്നഭിന്നമായിക്കൊണ്ടിരിക്കുക. ഇവിടെ ആവശ്യം ദൈവികമായ ജ്ഞാനം നമ്മളിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ വഴികളൊക്കെ ഇമ്പമുള്ള വഴികളാവും. ദൈവികമായ ജ്ഞാനം നമ്മളുണ്ടെങ്കിൽ നമ്മുടെ പാതകളെല്ലാം സമാധാനമാകും. എന്നാൽ ലോകക്കാരോടൊപ്പമാണ് നമ്മുടെ യാത്ര ചെയ്ത് ലോകക്കാരോടൊപ്പം നമ്മൾ ജീവിക്കുന്നെങ്കിൽ ഈ ലോകത്തിന്റെ ഇഷ്ടാനുസുഖങ്ങളിലും വീണ് നമ്മൾ മതിച്ച് പുളയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വഴികളിൽ നമുക്കൊരു ഇമ്പവും കാണത്തില്ല, നമ്മുടെ പാതകളിൽ സമാധാനം കാണത്തില്ല. അങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ മുഴുവൻ ആഗ്രഹിക്കുന്ന പണമാണ്. പണവും മേൽക്കോയ്മയും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും പ്രശസ്തിയും പുകഴ്ചയും മറ്റുള്ള മുമ്പിൽ ഞാനാണ് വലിയവൻ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് പലരും ആ രംഗത്താണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ദൈവികമായ ജ്ഞാനം പ്രാപിച്ച് നമ്മുടെ വഴികളൊക്കെ ഇമ്പമുള്ളതാക്കി നമ്മുടെ പാതകളൊക്കെ സമാധാനമുള്ളതാക്കി തീർക്കാൻ ആരുമില്ല. പണത്തെക്കുറിച്ചാണ് എല്ലാവർക്കും ഇഷ്ടം. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യർ ഓട്ടമിടുന്നത്. പ്രത്യേകിച്ച് ആത്മീയ ലോകത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ തങ്ങളുടെ വഴി ഇമ്പമുള്ളതാക്കി മാറ്റാൻ ആരും തയ്യാറാകുന്നില്ല. അവരുടെ പാതകളിൽ സമാധാനം ഉണ്ടാകുമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്കിങ്ങനെ നടക്കണം. ഹല്ലേലൂയ. അവർക്കും മറ്റ് ജനത്തെ പോലെ തന്നെ ഉയരങ്ങളിലേക്ക് എത്തണം. തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ നമ്മുടെ വഴികൾ ഇമ്പമുള്ളതായിരിക്കണം. നമ്മുടെ പാതകളിൽ ദൈവിക സമാധാനം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്താലും നിത്യതയിലെത്തത്തില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അനവധി പ്രവചന തൂത് കേട്ട് മനുഷ്യൻ അടിമയായി കിടന്നിട്ട് പാപത്തിലാണ് പലരും ജീവിക്കുന്നത്. പാപത്തെ നീക്കിക്കളയാതെ, പാപത്തിന് ശുദ്ധീകരണം വരുത്താതെ നമ്മുടെ വഴികൾ ഇമ്പമുള്ളതായി മാറാതെ, നമ്മുടെ വഴികളിൽ, നമ്മുടെ പാതകളിൽ സമാധാനമില്ലാതെ നീ എന്തെല്ലാം പ്രവചനം കേട്ടാലും ദൂത് കേട്ടാലും നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കത്തില്ല. നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇവിടെ ജീവിത ക്രമത്തിൽ ജ്ഞാനത്തിന്റെ മൂല്യം സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു നല്ല പിതാവിന്റെ അല്ലെങ്കിൽ സംബോധനയാണ് ഈ അധ്യായങ്ങൾ പറയുന്നത്. അപ്പൊ പിതാവ് തന്റെ മകന്റെ മുമ്പിൽ യഥാർത്ഥ ജ്ഞാനത്തിലുള്ള ജീവിതക്രമത്തിന്റെ വ്യക്തമായ പ്രമാണം വെളിപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആത്മജീവിതം നയിക്കേണ്ടത്, യഥാർത്ഥത്തിൽ കുടുംബജീവിതം നയിക്കേണ്ടത്, യഥാർത്ഥത്തിൽ നമ്മൾ സമൂഹത്തിൽ എന്തായിരിക്കണം, നമ്മൾ ജീവിതത്തിൽ എന്തായിരിക്കണം, സഭയിൽ എങ്ങനെ ആയിരിക്കണം, ജോലി സ്ഥലത്ത് എങ്ങനെ ആയിരിക്കണം, ഭവനത്തിൽ എങ്ങനെ ആയിരിക്കണം, മാതാപിതാക്കളോട് എങ്ങനെ, ഭാര്യ ഭർത്താവ് എങ്ങനെ, അപ്പനും മക്കളും ആയിരിക്കുന്ന കുടുംബത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതിനെ കുറിച്ചുള്ള യഥാർത്ഥ ഒരു നല്ല പ്രമാണമാണ് ഹല്ലേലൂയ ഒരപ്പൻ മകനോട് പറഞ്ഞു തരുന്നത് പോലെ ഈ പുസ്തകത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്.
നമ്മളിത് പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടൊക്കെ സ്വർഗമായി മാറും. ഹല്ലേലൂയ. ഇന്ന് പല കുടുംബങ്ങളും നരകം പോലെ കിടക്കുന്നത്. നരകം പോലെ നരകം തന്നെയാ. ചില വീട്ടിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടാൻ തോന്നും, അത്ര ചില കുടുംബങ്ങൾ. എന്നാൽ അവരെ പുറമെ നോക്കിയ വലിയ കപടഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ബൈബിളൊക്കെ എടുത്ത് മീറ്റിങ്ങിൽ പോകുന്നത് കാണാം. പക്ഷേ വീട്ടിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിനകം നരകമാണ്. പ്രൈസ്. ഒത്തിരി കുടുംബങ്ങളെ ഞാൻ കാണാനൊക്കെ കേൾക്കാനും തിരുത്താനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ അവർ തിരുത്താൻ തയ്യാറല്ല. അവർക്ക് പുറമേയുള്ള ഭക്തിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ. പിന്നെ ഈ ബൈബിൾ പിടിച്ചുകൊണ്ട് നടക്കണം. വേണമെങ്കിൽ വെള്ള വസ്ത്രം കൂടെ ധരിക്കും. പക്ഷെ അകത്തൊന്നുമില്ല കേട്ടോ. ഈ പപ്പായ മരത്തിന്റെ തണ്ട് കണ്ടില്ല, ഓമത്തണ്ട്. ഓമയ്ക്കാന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും, ചിലത് തെർമോസ് എന്ന് പറയും, ചിലത് പപ്പായ എന്നൊക്കെ ചെല്ല്, അങ്ങനെ പല പേരുകൾ. അപ്പൊ ഇവിടെ പപ്പായ എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ പപ്പായ മരത്തിന്റെ തണ്ട് കണ്ടില്ല, ഓമത്തണ്ട്. ഇനി പപ്പായ മരം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അത് വെട്ടി പൊളിച്ചിട്ട് അതിനകത്തൊന്നും കാണത്തില്ല, പൊള്ളയാണ്. എന്ന് പറഞ്ഞില്ല, ചില വിശ്വാസിൽ ഉഴല ഉള്ളതാണ്. മരത്തിനൊക്കെ ഉഴലെന്ന് പറഞ്ഞാൽ അതും പൊള്ളയാണ് കേട്ടോ. അല്ലേ, ചിലരങ്ങനെ അകത്തൊന്നുമില്ല, പുറമേ ഇല്ലാത്ത പപ്പായ കഴിച്ച് നിൽക്കുന്നവർ കഴിച്ച് വളരെ ഫലം കൊടുക്കുന്നവരെ കാണുന്നുണ്ടെങ്കിലും പുറമേ ഉള്ളതേ ഉള്ളൂ. ഇവിടെയാണ്, അതിന്റെ നടുവിലാണ് ഇവിടെ കർത്താവ് പറയുന്നത്, അല്ലരിയ അതിന്റെ വഴികൾ, അല്ലരിയ സ്തോത്രം, അതിന്റെ വഴികൾ ഇമ്പമുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ വഴികൾ, പ്രബോധനത്തിന്റെ വഴികൾ, ഉപദേശത്തിന്റെ വഴികൾ, വിശുദ്ധിയുടെ വഴികൾ, അല്ലരിയ പ്രാർത്ഥനയുടെ വഴികൾ, ആരാധനയുടെ വഴികൾ, ദൈവമാണ് സമർപ്പണത്തിന്റെ വഴികൾ, ദൈവമാണ് ചേർന്ന് നടക്കുന്നത്. ആ വഴികളൊക്കെ ഇമ്പമുള്ളതായിരിക്കും. അല്ലേറിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിന്റെ 21 തൊട്ട് 25 വാക്യം വായിക്കുമ്പോൾ ഹാനോക്ക് എന്ന് പറഞ്ഞ വ്യക്തിയെ കാണാൻ കഴിയും. അല്ലേറിയ ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മെഥൂശലേഖനെ ജനിപ്പിച്ചു. മെഥൂശലേഖനെ ജനിപ്പിച്ച ശേഷമായി ഹാനോക്ക് പുത്രിമാരെയും ജനിപ്പിച്ചു. ശേഷം 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു വന്നാണ്. അപ്പൊ ഹാനോക്കിന്റെ വഴികളൊക്കെ അല്ലെങ്കിൽ ഇമ്പമുള്ള വഴികളായിരുന്നു. അവന്റെ പാതകളൊക്കെ സമാധാനം കൊണ്ട് നിറയപ്പെട്ടതായിരുന്നു. അല്ലേരിയ അത് തന്നെയാണ് യോസേപ്പിനെ കുറിച്ച് നമുക്ക് പഠിച്ചാൽ, യോസേപ്പിന്റെ വഴികളൊക്കെ ഇമ്പമുള്ളതായിരുന്നു. അവന്റെ പാതകളിലൊക്കെ സമാധാനം ഉണ്ടായിരുന്നു. പോത്തിഫാറിന്റെ ഭവനത്തിൽ വെച്ചാൽ അപമാനം ഏൽക്കേണ്ടി വന്നപ്പോഴും, അപമാനത്തിൽ അവൻ അഥവാ പിടിക്കപ്പെടേണ്ടി വന്നപ്പോഴും ആ അപമാനത്തിലേക്ക് താൻ വീണു പോകാതെ, മനസ്സ് വെക്കാതെ, താൻ ദൈവത്തിന് കേട്ടതും തനിക്കുള്ള ദൈവിക ദർശനവും സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കളയാതെ തന്റെ വഴികൾ ഇമ്പമുള്ള വഴികളാണെന്ന് മനസ്സിലാക്കിയ യോസേപ്പ്, തന്റെ പാതകളിൽ സമാധാനമാണെന്ന് മനസ്സിലാക്കിയ യോസേപ്പ് ആ പാപത്തെ വിട്ട് ഓടി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിലെ ജനം ആണെങ്കിൽ യോസേപ്പിന് പറ്റിയ അവസരം ഇന്നത്തെ കാലഘട്ടത്തിലെ ജനമാണെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചിട്ട് കമ്മിറ്റിയിൽ ഇട്ടാൽ മതി കേട്ടോ. ഹല്ലേലൂയ. ഞാനത് വെളിപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഇന്നത്തെ ജനവും അന്നത്തെ യോസേപ്പും വേറെയാ കേട്ടോ. ഇന്നത്തെ യോസേപ്പുമാരും അന്നത്തെ യോസേപ്പും വേറെയാ. അപ്പം നമ്മൾ വഴികൾ ഇമ്പമുള്ള വഴികളും പാതകളിൽ സമാധാനം. അതുകൊണ്ട് എന്താണ് യോസേപ്പിന് കിട്ടിയത്? കാരാഗ്രഹമാണ്. അല്ലേ, കാരാഗ്രഹത്തിൽ കടന്നപ്പോഴും ദൈവം യോസേപ്പിനെ വിട്ടുകളഞ്ഞില്ല. യോസേപ്പ് അവിടെയും കൃതാർത്ഥനായി ദൈവത്തോട് ചേർന്നിരുന്നു. അതുകൊണ്ടാണ് ഫറവോൻ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ മിസ്രയീമിലെ മന്ത്രവാദികൾക്ക് കഴിയാതിരുന്നപ്പോൾ യോസേപ്പ് എന്ന് പറയുന്ന ഒരു എബ്രായ ചെറുക്കൻ ജയിലിൽ കിടപ്പുണ്ട്, കാരാഗ്രഹത്തിൽ കിടപ്പുണ്ട്. അവിടെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ച് തന്നവന്. അതുകൊണ്ട് അവൻ വന്നാൽ ദൈവാത്മാവുള്ള മനുഷ്യനാണ്. ആ യോസേപ്പ് വന്നാൽ ഫറവോൻ രാജാവ് കണ്ട സ്വപ്നത്തെ വെളിപ്പെടുത്തും, രാജാവിന് അറിവ് കൊടുക്കും. രാജാവ് ആളയച്ച് യോസേപ്പിനെ വരുത്തി രാജാവിന്റെ സ്വപ്നത്തെ യോസേപ്പ് വെളിപ്പെടുത്തിയത് മുഖാന്തരം എന്ത് ചെയ്തു? യോസേപ്പ് മിസ്രയീമിന്റെ രണ്ടാമനായി മാറി. അതാണ് അവൻ ദൈവിക ജ്ഞാനത്തിന്റെ പ്രബോധനത്തിന്റെ വഴികൾ, ഇമ്പമുള്ള വഴികളാണെന്ന് കണ്ട യോസേപ്പ്. അല്ലേലൂയ. പാതകളിൽ സമാധാനമുണ്ടെന്ന് കണ്ട യോസേപ്പ് പാപത്തിലേക്ക് വീണു പോകാതെ യോസേപ്പിന്റെ ഉയർച്ചയുടെ കാര്യം അതൊക്കെ തന്നെയാണ്. ഹാനോക്ക് അങ്ങനെ നമുക്കതുപോലെ അതങ്ങനെ പാപ്പയുടെ വേദപുസ്തകം ഇപ്പം യോസേപ്പിനെ നോക്കിയാലും, അല്ലേലിയ ഹാനോക്കിനെ നോക്കിയാലും, നോഹയെ നോക്കിയാലും ഒക്കെ ഇതെല്ലാം നമുക്ക് പഠിക്കാൻ കഴിയും. അല്ലേലിയ. ഇതെല്ലാം കണ്ടിട്ടാണ് ശലോമോൻ സദൃശവാക്യം രേഖപ്പെടുത്തുമ്പോൾ ശലോമോന്റെ ജീവിതത്തിൽ ആദ്യ ദൈവഹിത പ്രകാരം, ദൈവ ഇഷ്ടപ്രകാരം തന്റെ അപ്പനായ ദാവീദിനുള്ള വാഗ്ദത്ത പ്രകാരം ശലോമോനെ ഇസ്രായേലിന്റെ രാജ്യത്വം കൊടുത്ത്, രാജകീയ പദവി, രാജസിംഹാസനം കൊടുത്ത് ഒക്കെ യഹോവയായ ദൈവം ശലോമോനെ മാനിച്ചെങ്കിലും ശലോമോന്റെ വഴികൾ ഒരുപാട് തെറ്റിപ്പോയി.
ഹല്ലേലൂയ. ദൈവികതമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ശലോമോൻ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്റെ വഴികളുടെ ഇമ്പം നഷ്ടപ്പെട്ടു പോയി. തന്റെ തന്റെ പാതയിലെ സമാധാനം നഷ്ടപ്പെട്ട് ശലോമോന്റെ ജീവിതം പിന്നെ എങ്ങനെയാണ് നമ്മളെ പുസ്തകം വായിച്ചു കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളും സഹോദരന്മാരും നിങ്ങളുടെ യുവതി യുവക്കന്മാരോടും പറയട്ടെ, നിങ്ങളുടെ വഴികൾ ഇമ്പമുള്ള വഴിയായിരിക്കണം. നിങ്ങളുടെ വഴികൾ ഇമ്പമുള്ള വഴിയായിരിക്കണം. നിങ്ങളുടെ മക്കളുടെ വഴികൾ ഇമ്പമുള്ള വഴികളായിരിക്കണം. എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ വഴി ഇമ്പമുള്ള, എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ വഴി ഇമ്പമുള്ള വഴിയാകണമെങ്കിൽ, അതിൽ സമാധാനം കണ്ടെത്തണമെങ്കിൽ നീ ദൈവിക പ്രബോധനം പ്രാപിക്കുന്നവനായിരിക്കണം. ദൈവികമായ ജ്ഞാനം നീ പ്രാപിക്കണമെന്ന് വചനം പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം യഥാർത്ഥ ജ്ഞാനം ഒരുവനെ കാത്തു പരിപാലിക്കും. അത് അവനെ ആദരവ് നേടിത്തരും. യഥാർത്ഥമായ ഒരു ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? പലരും തേടി വന്ന് നമ്മളെ ആദരിക്കുമെന്നാണ്. പ്രൈസലോട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അസന്മാർഗീയമായ ജീവിതത്തിൽ ജീവിക്കുന്നവന് എന്നും കഷ്ടതയായിരിക്കും. അസന്മാർഗീയമായ ജീവിതത്തിൽ അസന്മാർഗീയമായ ജീവിതം നയിക്കുന്നത്, ദൈവികതമല്ലാത്ത ജീവിതത്തിൽ കടന്നു പോകുന്നത്, പാപത്തിന്റെ വശീകരണത്തിനകത്ത് പാപത്തിന്റെ ചുഴിയിൽ വീണ് കിടക്കുന്ന സകല മനുഷ്യന്റെ ജീവിതം അസമാധാനം കൊണ്ട് നിറഞ്ഞതായിരിക്കും. അവർ കടന്നു പോകുന്ന വഴികളൊക്കെ അല്പം അവർക്ക് ഇമ്പമുള്ളതായി തോന്നിയാലും പിന്നത്തേതിലത് കണ്ണുനീരാണ്. അല്ലെങ്കിൽ പിന്നത്തേതിൽ ആ പാപം അവരെ എന്ത് ചെയ്യും? കുഷ്ഠരോഗം എന്ന് പറയുന്നത് പോലെ ആ പാപം എന്ന് പറയുന്ന കുഷ്ഠരോഗം അവരെ തകർത്ത് കളയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, നവോന്മേഷവും ആരോഗ്യവും ഊർജ്ജസ്വലതയും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നമ്മുടെ ഉള്ളിൽ എന്താണ്? നവോന്മേഷം. ഹല്ലേലൂയ. നവോന്മേഷവും ആരോഗ്യവും ഊർജ്ജസ്വലതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതിനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഈ വചനം സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നീ ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും നിന്റെ ഉള്ളിൽ ഒരു നവോന്മേഷം ഉണ്ടാകണം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ, നിന്റെ ഹൃദയത്തിൽ ഒരു ആരോഗ്യം ഉണ്ടാകണം. നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല ആരോഗ്യം. ശരീരത്തിൽ ആരോഗ്യമുള്ളത് നമുക്ക് ജീവിക്കാം. പക്ഷെ ഹൃദയത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നീ ആകെ തകർന്നു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ആരോഗ്യവും സമാധാനവും ഊർജ്ജസ്വലതയും എന്ന് പറയുന്നത് ഒന്ന്. ഈ മൂന്നും കൂടെ നിന്റെ ജീവിതത്തിൽ വസിച്ച് നീ ദൈവത്തോട് ചേർന്നിരിക്കുകയാണെങ്കിൽ രക്തജയം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവി പിതാവിൻ പറയട്ടെ, നിന്റെ വഴികളിലൊക്കെ നിനക്ക് നിന്റെ ഇമ്പമുള്ള വഴികളായി മാറും. അല്ലെങ്കിൽ നിന്റെ പാതയിലൊക്കെ സമാധാനം ഉണ്ടാകും. നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയാത്ത നിലയിൽ ദൈവം നിന്നെ കാത്തു പരിപാലിക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർക്ക് ലേഖനം 5-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. ഹല്ലേലൂയ. അതെ, തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് ദൂത് കൊടുക്കുമ്പോൾ തെസ്സലോനിക്ക വിശ്വാസികളോട് പറയുകയാണ്, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങളോട് ദൈവം പറയാൻ, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. നിങ്ങളെ വിളിച്ചത് കർത്താവായ യേശുക്രിസ്തു. ലോകമല്ല വിളിച്ചത്, ലോകക്കാരല്ല വിളിച്ചത്, മതമല്ല വിളിച്ചത്, മത നേതാക്കന്മാരല്ല വിളിച്ചത്, രാഷ്ട്രീയക്കാരല്ല വിളിച്ചത്, സംഘടനക്കാരല്ല, സാമൂഹിക തലത്തിലുള്ള ഒരു വ്യക്തിയല്ല നിങ്ങളെ വിളിച്ചത്. നിന്നെ വിളിച്ചു വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് നിന്നെ വിളിച്ചു എന്ന് നീ ഉറപ്പോടുകൂടി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പദ്ധതികളെല്ലാം ദൈവം നടത്തും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസന നിവർത്തിക്കും. അത് ഇന്നും നീ ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനത്തിൽ നീ ശ്രദ്ധ വെക്കുമ്പോൾ, നിന്റെ കാതുകളിൽ ഈ വചനത്തിന് വെച്ച് നീ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ വിഷയങ്ങളെല്ലാം ദൈവം നിവർത്തിച്ചു തരും. അല്ലെ, ലോകം നിനക്ക് അനുകൂലമല്ലെന്ന് തോന്നിയാലും നിനക്ക് പ്രതികൂലമായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും പ്രതികൂലങ്ങളെ മാറ്റിത്തരാൻ കഴിയുന്ന ഒരു സർവശക്തൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലിന് മറുകര കടക്കാൻ കഴിയുന്നില്ല. കാരണം ചെങ്കടലുകളുടെ മുമ്പിൽ വലിയൊരു ഭാരമായിട്ട് നിൽക്കുക. ഇസ്രായേലിന് എല്ലാം അസാധ്യമാണ്. ഹല്ലേലൂയ. എന്നാൽ മോശെ എന്ന് പറഞ്ഞ മനുഷ്യനെ ദൈവമാണ് വിളിച്ചത്. ആ വിളിച്ച ദൈവം മോശയിലൂടെ ആ ചെങ്കടലിനെ വിഭാഗിച്ചു കൊടുക്കും
കൊടുക്കുവാൻ കഴിയുമെന്ന് മോശയ്ക്കും അറിയാം. അത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് എന്ത് ചെയ്തു? മോശയെ വിളിച്ച ദൈവം എന്ത് ചെയ്തു? അത് നിവർത്തിച്ചു കൊടുത്തു. മോശയോട് നിന്റെ കയ്യിരിക്കുന്ന വടിയെടുത്ത് നീ ചെങ്കടലിനെ നീട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? കിഴക്കൻ കാറ്റ് അടിപ്പിച്ചിട്ട് ചെങ്കടൽ രണ്ടായിട്ട് പിളർന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഏകദേശം 40 ലക്ഷത്തോളം വരുന്ന ജനം മറുകര കടന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ചെങ്കടൽ പോലെ നിന്റെ ജീവിതത്തിൽ പ്രസവം നിലകൊണ്ടാലും ശത്രു സൈന്യം നിനക്കെതിരെ നിന്നാലും നിന്നെ നിന്ദിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും നീ ഉയരത്തില്ല, ഉയർത്തത്തില്ല, നീ ശരിയാകത്തിന് എന്നെ തകർക്കുമെന്ന് നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നിന്റെ മക്കളെ നോക്കി നിന്റെ അധപ്പതനം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ നടുവിൽ സർവശക്തനായ ദൈവം ഇന്ന് പകൽ നിന്നോട് ദൂത് പറയുകയാണ്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ അത് നിവർത്തിക്ക് നിന്നെ തകർക്കുവാൻ ഒരു ദുഷ്ടശക്തിക്ക് കഴിയത്തില്ല. പ്രൈസ് വിശ്വസിക്കുന്നെങ്കിൽ കരം പഠിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തിന്റെ വചനമൊക്കെ ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് എന്തോ നിനക്ക് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന് എന്തൊക്കെയോ ചെയ്യുവാനുണ്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്. അത് ദൈവം ചെയ്യും കേട്ടോ. പക്ഷേ അങ്ങനെ നീ ദൈവിക പ്രവൃത്തി നിന്റെ ഉള്ളിൽ വെളിപ്പെടുവാൻ വേണ്ടി ഹല്ലേലൂയ നിന്റെ വഴികൾ ഇമ്പമുള്ള വഴിയാക്കി മാറ്റണം. ഹല്ലേലൂയ. ഇമ്പമുള്ള വഴികൾ നമുക്ക് ഒരുപാട് തിരഞ്ഞെടുക്കാൻ ലോകമനുഷ്യൻ പോകുന്നത് പോലെ ഈ ലോകത്തിന്റെ ആട്ടത്തിനും കൂട്ടത്തിനും ഈ ലോകത്തിന്റെ ജടികമായ അനുഭൂതി കാര്യങ്ങളിൽ നമുക്ക് പങ്കെടുക്കാം. ഹല്ലേലൂയ. പണ്ടുള്ള ആൾക്കാരൊക്കെ വെച്ച് എണ്ണപ്പുറത്ത് കോലി വെക്കുന്നിടത്തൊക്കെ അങ്ങ് പോകുമെന്ന് പറഞ്ഞതുപോലെ നിന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ സവനിച്ച് എണ്ണപ്പുറത്ത് കോലി വെക്കുന്നിടത്തെല്ലാം നിനക്ക് പോകാൻ പ്രമാണമില്ലെന്ന്, നിയമമില്ല. നീ ദൈവത്തിൽ ജ്ഞാനം പ്രാപിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവികമായ ജ്ഞാനമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ നവോന്മേഷവും ആരോഗ്യം ഊർജ്ജസ്വലതയും ഉള്ളവനാണ് നീയെങ്കിൽ ചെണ്ടപ്പുറത്ത് കോലി വെക്കുന്നിടത്തൊന്നും നീ പോകണ്ട. നിന്റെ വഴികൾ ഇമ്പമുള്ള വഴികളായിരിക്കണം. നിന്റെ മക്കളെ അത് പറഞ്ഞു പഠിപ്പിക്കണം. അല്ലെങ്കിൽ സ്തോത്രം. ചില കുടുംബത്തിൽ ചില സഹോദരന്മാർക്ക് എഴുതാനും വായിക്കാൻ അറിയത്തില്ല, ചില മാതാപിതാക്കൾക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. അങ്ങനെയുള്ള കുടുംബങ്ങൾക്കകത്ത് അവരെ സമയമുള്ളപ്പോൾ ഇരുന്ന് പറഞ്ഞു പഠിപ്പിച്ച് അവരുടെ വഴികൾ ഇമ്പമുള്ള വഴിയാക്കി മാറ്റണം. മരണം ഏതു സമയം വരും, മരണം എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് മാത്രം മനുഷ്യന് കണ്ടെത്താൻ കഴിയത്തില്ല. അതിനിന്ന് ഒരു ശാസ്ത്രവും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു സയന്റിസ്റ്റുകൾക്കും മരണത്തെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഇവിടെ നമ്മൾ ജീവിക്കുന്ന കാലം ഹല്ലേലൂയ ആമേൻ ജ്ഞാനത്തിന്റെ ആ പ്രമാണത്തിനകത്ത് ഉറച്ചു നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനാൽ നമ്മുടെ വഴികൾ ഇമ്പമുള്ളതാക്കി മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ ഇമ്പമുള്ള വഴികൾ ഒരുപാടുണ്ട്. അതിപ്പോ ഞാൻ എല്ലാ ദിവസവും വിവരിക്കുന്നത് കൊണ്ട് ഇപ്പൊ എടുത്തു പറഞ്ഞില്ല. നിങ്ങൾക്ക് ലോക ജഡികമായ ജീവിതങ്ങളൊക്കെ ഇമ്പമുള്ള വഴികളായി തോന്നിയേക്കാം. കള്ളു കുട്ടിക്കുന്നത്, പെണ്ണ് പിടിക്കുന്നത്, മോഷ്ടിക്കുന്നത്, പിടിച്ചു പറിക്കുന്ന തീവ്രവാദം, രാഷ്ട്രീയം എന്ന് വേണ്ട അധികാരങ്ങൾ, സ്ഥാനമാനങ്ങൾ, നുണ പറയുന്നത്, എന്ന് വേണ്ട അങ്ങനെ ഇമ്പമുള്ള വഴികളൊക്കെ ഒരുപാട് പേര് പല തരത്തിലും കണ്ടുപിടിച്ചിട്ട് ന്യായീകരിക്കും. പക്ഷേ നീ ആ ന്യായീകരണത്തിലേക്ക് പോയി നീ സാത്താന്റെ കയ്യിൽ നിന്റെ തല വെച്ച് കൊടുക്കരുത്. നിന്റെ വഴികൾ ഇമ്പമുള്ള വഴികളായാൽ, നിന്റെ പാതകൾ സമാധാനമാണെങ്കിൽ നിന്നെ തകർക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ ദൈവത്തിന് ഉയർത്തും. നിന്നെ ഉടച്ചു കളയുന്ന, നിന്നെ നശിപ്പിക്കുമെന്ന്, നിനക്കെതിരെ മാറി നിന്ന് കൂട്ടം ചേരുന്ന, സംഘം ചേരുന്ന, നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന ചില വ്യക്തികളുണ്ട്. നിന്റെ കുടുംബത്തിൽ നിന്നാകാം, നിന്റെ സഹോദരങ്ങളിൽ നിന്നാകാം, നിന്റെ ബന്ധുമിത്രാദികളിൽ നിന്നാകാം. ഏത് നിലയിൽ നിന്നെ തകർക്കാൻ വന്നാലും അതിനെ ജയിപ്പാനുള്ളൊരു കൃപ ദൈവം നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരോട് പറയുന്നത്, കഷ്ടം സഹിക്കുന്ന ചിലരെ ദൈവാത്മാവ് കാണുന്നു. ജീവിതത്തിൽ നിരാശപ്പെടുന്ന, ജീവിതത്തിൽ സങ്കടം അനുഭവിക്കുന്ന ചില ആളുകൾ, ചില സഹോദരന്മാരെ കേരളത്തിലും ഭാരതത്തിലും വിദേശ രാജ്യങ്ങളുമായി ദൈവത്തിന്റെ ആത്മാവ് കാണുകയാണ്. എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ വഴികൾ ഇമ്പമുള്ള വഴിയാക്കി മാറ്റിയാൽ, നിന്റെ പാത ദൈവിക സമാധാനമുള്ളതാക്കി മാറ്റിയാൽ നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ടു പോകാതെ വചനത്തിൽ ഉറയ്ക്കണം. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വെള്ളി, തങ്കം, വിലയേറിയ മുത്ത് ഇവയേക്കാൾ തിളക്കമായ ഒരു ജീവിതം നിനക്കത് കിട്ടും. തങ്കം, വെള്ളി, പൊന്ന്, മുത്ത് ഇങ്ങനെയുള്ള തിളക്കമുള്ള സാധനത്തെക്കാൾ തിളക്കമേറിയ ജീവിതം ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുക.
ഒരുപക്ഷെ നിങ്ങൾ കാണുന്ന തിളക്കം സ്വർണത്തിലും പൊന്നിലും മുത്തിലും ഒക്കെ ആയിരിക്കും, അല്ലെ, തങ്കത്തിലും ഒക്കെ ആയിരിക്കും, അല്ലെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അതിനേക്കാൾ തിളക്കമുള്ള ഒരു ജീവിത കർത്താവ് നിനക്ക് തരാൻ ആഗ്രഹിക്കുക. ചിലപ്പോൾ നിങ്ങൾ എന്റെ ജീവിതം ഇരുളായി പോയല്ലോ, എന്റെ ജീവിതം കറുത്തു പോയല്ലോ, എന്റെ ജീവിതത്തിൽ നിരാശ വന്നല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ, എന്റെ ജീവിതം ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് നീ കരയുന്ന സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ നിനക്കുണ്ടെങ്കിലും കർത്താവ് പറയുകയാണ്, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയട്ടെ, സ്വർണം, തങ്കം, വെള്ളി, പൊന്ന്, മുത്ത് ഇവയേക്കാൾ തിളക്കമേറിയ ഒരു ജീവിതം നിനക്ക് തന്നിട്ട് നിന്റെ ജീവിതത്തിന്റെ കറുത്ത നിഴലുകളെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. എൻ്റെ ഏരിയ വിശ്വസിക്കുന്ന സ്വന്തം പറഞ്ഞാട്ട് ഒരുപക്ഷെ നീ ജോലി നഷ്ടപ്പെട്ടേക്കാം, ഒരുപക്ഷെ ജോലി ഇല്ലാതെ ഭാരപ്പെടുന്നവരായിരിക്കാം, ഒരുപക്ഷെ ബിസിനസ് തകർന്നേക്കാം, കൃഷി നഷ്ടപ്പെട്ടേക്കാം, കുടുംബസ്വത്ത് നഷ്ടപ്പെട്ടേക്കാം, ഭർത്താവ് നഷ്ടപ്പെട്ടേക്കാം, ഭാര്യ നഷ്ടപ്പെട്ടേക്കാം, മക്കൾ നിനക്കെതിരായി മാറിയേക്കാം, അല്ലെങ്കിൽ എല്ലാവരും നിന്റെ കുറ്റം പറയുന്നവരായി മാറിയേക്കാം, നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായെന്ന് വരത്തില്ല. അങ്ങനെയൊക്കെ നീ കഠിനമായ ശോധനയിലൂടെ കടന്നുപോയാൽ എന്നെ കേൾക്കുന്ന മകളെ, എന്നെ കേൾക്കുന്ന സഹോദരൻ, അന്ന് പകൽ പരിശുദ്ധന്മാർ നിന്നോട് പറയുന്ന അതിശ്രേഷ്ഠമായ ദൂതാണ്, നിന്റെ ജീവിതം തിളക്കമുള്ളതാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, വിശ്വസിക്കാൻ പറ്റുമോ? അതെ, നിന്റെ ജീവിതം തിളക്കമുള്ളതാക്കി മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ, അല്ലേ? അതുകൊണ്ടാണ് വചനം അങ്ങനെയൊക്കെ പറയുന്നത്, നിന്റെ ജീവിതം തിളക്കമുള്ളതാക്കി ദൈവം മാറ്റുമ്പോൾ ദീർഘായുസ്സും ധനവും മാനവും സമാധാനവും ഉണ്ടാവും. നിന്റെ ജീവിതം തിളക്കമുള്ളതാക്കി മാറ്റുമ്പോൾ ദീർഘായുസ്സും സമാധാനവും, അല്ലുരിയ സ്തോത്രം, ദീർഘായുസ്സും സമാധാനവും അല്ലുരിയ ദൈവം തരും. ദീർഘായുസ്സും സമാധാനവും മാനവും ധനവും ദൈവം തരും. അപ്പൊ ഇതൊക്കെ ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുക. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ദൈവത്തിന്റെ വചനം നീ ഏറ്റെടുത്ത് ഹൃദയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നാളുകൾ കഴിയും മുമ്പേ നിന്റെ ജീവിതത്തിൽ നിനക്ക് ദീർഘായുസ് തന്ന ധനവും മാനവും ആമേ സമാധാനമുള്ളൊരു ജീവിതം ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നേ? അല്ലേലിയ. ഞാനിതൊക്കെ പറയുമ്പോഴേ ഞാൻ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ വരും. ഞാൻ പിന്നെ അതൊക്കെ ഇങ്ങനെ ഓർത്ത് അവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കും. കാരണം എന്താ, എല്ലാവരുടെയും ജീവിതം തിളക്കമാർന്ന ധനം, മാനം, സമാധാനമുള്ള ആ ഒരു ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് തരാൻ ദൈവം വിശ്വസ്തനുമാണ്. പക്ഷെ നമ്മുടെ വഴികളൊക്കെ ഇമ്പമുള്ള വഴികളായി മാറണം. എങ്ങനെ ഇപ്പോൾ ദൈവികമായ ഇമ്പമുള്ള വഴികളും നിന്റെ പാതകൾ സമാധാനമുള്ളതുമാണെങ്കിൽ കർത്താവ് നിന്നെ കൈവിട്ട് കളയത്തില്ലെന്നേ. അല്ലേലിയ. ഒരിക്കലും സഹോദരി, അധികം നാളെ ചില ദിവസം ഒരു സഹോദരനെ ആമ യു കെന്ന് വിളിച്ചിട്ട് അവരുടെ സങ്കടങ്ങളെ പറഞ്ഞ് ഞാൻ ചോദിച്ചു, നിങ്ങൾ യു കെയിലായിട്ട് എത്ര കാലമായി? ഏതാണ്ട് 10-20 വർഷമായി. 20 വർഷമായി ഭാര്യയും ഭർത്താവും നല്ല ജോലി, നല്ല സന്തോഷമായി കടന്നു പോയതാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലേയ തൻ്റെ ഭർത്താവിന് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത എൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്ത് ചെയ്തു, ആ കുടുംബം ഛിന്ന ഭിന്നമായി മാറി. അധ്വാനിച്ചതിൻ്റെ നല്ലൊരു ശതമാനം തകർത്ത് കളഞ്ഞു. എന്നോട് ചോദിച്ച് എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയുന്നത്, നിങ്ങളുടെ വഴികളൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്ക്, നിങ്ങളുടെ പാതകളൊക്കെ ഇത് പരിശോധിച്ച് നോക്കി. എവിടെയാണ് വീഴ്ച വന്നത്? എവിടെയാണ് പ്രശ്നം വന്നത്? എവിടെയാണ് നിന്റെ കുടുംബത്തെ തകർക്കാൻ ശത്രു നിന്നിൽ പ്രവർത്തിച്ചത് നീ മനസ്സിലാക്കിയിട്ട് അവയെ നീ ഏറ്റുപറഞ്ഞ് നിന്റെ ജീവിതത്തിൽ വന്നുപോയി ക്രമക്കേടുകളെ, ആ പാപത്തിന്റെ ചിന്തകളെ, പാപത്തിന്റെ ആസക്തികളെ നീ നീക്കിക്കളഞ്ഞിട്ട് ദൈവികമായ ജ്ഞാനം നീ പ്രാപിച്ചുകൊണ്ട് നിന്റെ വഴികൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വഴികളായി, ഇമ്പമുള്ള വഴികളായി മാറുമ്പോൾ നിന്റെ പാതയ്ക്ക് അവൻ സമാധാനം തരുമെന്ന് ഞാൻ ആ സൗകര്യം പറഞ്ഞ് ബലപ്പെടുത്തി ചില ദിവസങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. അവരെന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പിന്നീട് അവർ പറഞ്ഞു, എൻ്റെ പാസ്റ്റേ, ദൈവം എല്ലാത്തിലും മാറ്റുന്നത് എനിക്ക് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി. പക്ഷെ പിന്നെ അവർ വിളിച്ചിട്ടില്ല കേട്ടോ. കാരണം അവരുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവർ വിളിക്കത്തില്ല. അത് പിന്നെ നമ്മൾ സ്വാഭാവികം. അതൊന്നും നമുക്ക് പരാതി വരുമോ? ഞാൻ പറഞ്ഞത് മാത്രം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് എന്ത് ചെയ്യണം? നന്ദി പറയണം. നിങ്ങൾ സങ്കീർത്തനക്കാരനായി ദാവീദിനെ കണ്ടുപിടിച്ചാൽ മതി. ദാവീദ് എന്താ പറയുന്നത്? സങ്കീർത്തനം 103 വായിക്കാറില്ല? നിങ്ങൾക്ക് സുപരിചിതമായ വാക്യമുണ്ട്. അവിടെ എഴുതി, എന്മനമേ യഹോവയെ വാഴ്ത്തുക, സർവാന്തരങ്ങളുടെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുതെന്ന്. അതെ, ദൈവം നിനക്കൊരു ഉപകാരം ചെയ്താൽ മറന്നു പോകരുത്. പലരും ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറന്നുപോകും. അതുകൊണ്ട് ഇന്ന് പകൽ ഈ സദൃശവാക്യം 3-ാം അധ്യായം പറയുന്ന പോലെ, മകനെ, എന്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ, അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും.
ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ നാവിൻ്റെ തേരൂറുന്നത് പോലെ മധുരിക്കണം. നിങ്ങൾ തേൻ രുചിച്ചിട്ടില്ലേ? നിങ്ങൾ രുചിച്ചിട്ട് തേൻ രുചിച്ചു നോക്കണം. ഏറ്റവും രുചിയുള്ളൊരു സ്വാദിഷ്ടമായ ഏറ്റവും മധുരമേറിയ ഒരു സാധനമാണല്ലോ തേൻ എന്ന് പറയുന്നത്. അത് നല്ല മണമുണ്ട്, സൗരഭ്യമൊക്കെ ഉണ്ട്. തേൻ നമ്മുടെ കൈ കൊണ്ട് തൊട്ടാലും കയ്യിലും മണം കാണും, നമ്മുടെ ചുണ്ട് കൊണ്ട് നുണഞ്ഞാൽ ചുണ്ടിലും മണം കാണും, നമ്മുടെ നാവിലൂടെ അതിരുന്ന് രുചിച്ചിറങ്ങിയാൽ നമ്മുടെ വായിൽ വരെ ആ തേനിൻ്റെ ഇമ്പമുള്ള സൗരഭ്യമുള്ള മണം കാണും. എന്ന് പറഞ്ഞാൽ ആ സൗരഭ്യം, ആ തേനിൻ്റെ സൗരഭ്യം പോലെ നീ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, വചനം നീ ഹൃദയസ്ഥമാക്കി എടുക്കുമ്പോൾ, ആ വചനം നിന്റെ നാവിനെ തേനിനേക്കാൾ മധുരമുള്ളതാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്. അല്ലേ? ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. നിന്റെ കുടുംബത്തിനെതിരെ വ്യാപരി സാത്താന്റെ തന്ത്രമുണ്ട്, പിശാചിന്റെ ചില പ്രവൃത്തികളുണ്ട്, ആ ദേശത്തിന്റെ ചില പോരുകളുണ്ട്. നീയും നിന്റെ കുടുംബം തകർന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ചില ദുഷ്ട മൃഗ സ്വഭാവമുള്ളവരുണ്ട്. അതിന്റെ നടുവിലാണ് ദൈവം നിനക്ക് ഹല്ലേലൂയ സ്തോത്രം ദീർഘായുസ്സും ധനവും മാനവും സമാധാനം നൽകി ആമേ സ്വർണത്തെക്കാൾ, പൊന്നിനേക്കാൾ, തങ്കത്തെക്കാൾ, വെള്ളിയേക്കാൾ, മുത്തിനേക്കാൾ തിളക്കമുള്ള ഒരു ജീവിതം ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ജീവിതം സംഭവിക്കും കേട്ടോ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഭയപ്പെടരുത്. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിന്റെ സങ്കടങ്ങളെ കാണും, നിന്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. നീ രാത്രി യാമങ്ങൾ കരയുന്നതും കരഞ്ഞ് പ്രാർത്ഥിച്ചതും കണ്ണീരൊഴുക്കിയതും ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ക്ലേശങ്ങളും നാളെക്കുറിച്ചുള്ളതിൻ്റെ വിചാരങ്ങളും മക്കളെക്കുറിച്ചുള്ള ഭാരങ്ങളും ഒക്കെ എൻ്റെ ഹൃദയത്തിൽ വലിയ വിഷയമായി നിൽക്കുമ്പോഴും കർത്താവ് പറയുകയാണ്, ഞാനതെല്ലാം മാറ്റി ഒരു തിളക്കമുള്ള ജീവിതം തരുമെന്ന സ്തോത്രം. അതിനെന്താണ്? അപ്പൻ്റെ ഉപദേശം നമ്മൾ പാലിക്കണം, അപ്പൻ്റെ ഉപദേശം നിൽക്കണം. അല്ലേരിയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലേരിയ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ജീവിതത്തെ നിർമ്മലമാക്കി വേണം നമ്മൾ ജീവിക്കാൻ. ചിലരൊക്കെ ജീവിതത്തെ നിർമൂലമാക്കി ജീവിക്കും. എന്നാൽ ദൈവം പറയുന്നത് ജീവിതത്തെ നിർമ്മലമാക്കി ജീവിക്കണം. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിന്റെ ആരംഭ കാലഘട്ടങ്ങളിൽ തന്റെ ജീവിതത്തെ നിർമൂലമാക്കിയെങ്കിലും ദാവീദ് മടങ്ങി വന്നു. എന്നാൽ ശിംശോന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? നിർമ്മലമായ ജീവിതത്തിന് വേണ്ടി അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നാസിർ വ്രതക്കാരനായി ശിംശോനെ ദൈവം വേർതിരിച്ചെങ്കിലും പിന്നത്തേതിൽ ദലീല എന്ന് പറയുന്ന ഒരു സഹോദര വാക്കിന് മുമ്പിൽ തന്റെ ജീവിതം നിർമൂലമായി മാറി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നിർമൂലമാക്കി കളയരുത്. അല്ലെ? കുടുംബം അല്ലെങ്കിൽ സ്തോത്രം രാവിലെ എഴുന്നേറ്റ് ദൈവസം നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് അന്നേ ദിവസം നമുക്ക് നടക്കുവാനും ജീവിക്കുവാനും സംസാരിക്കാനും നമുക്ക് മറ്റുള്ള ഇടപെടുവാനും നമ്മുടെ ജോലി സ്ഥലത്തും എല്ലാം നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് ഒരു ദൈവിക നിർദ്ദേശം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ലേലിയ. അപ്പൊ രാവിലെ അപ്പന്റെ ഉപദേശിക്കുന്ന ജ്ഞാനം പ്രാപിക്കണം നമ്മൾ. ലേലിയ. ചില ആളുകളെ നോക്കണ്ട, എന്തു പണം ചീത്ത മാത്രമേ പറയുള്ളൂ, അസഭ്യം മാത്രമേ പറയുള്ളൂ. ഞാൻ പണ്ട് ഈ ലോഡിംഗ് ഒക്കെ ആയിട്ട് നടന്ന സമയത്ത്, ഞാൻ ലോഡിങ്ങുകാരനായിരുന്നല്ലോ, തരിപ്പണിക്കാരനായിരുന്ന, യൂണിയനൊക്കെ ആയിട്ട് കളിച്ച് നടന്ന അങ്ങനെ ഒരു സമയമുണ്ട്. ആ സമയത്ത് ഞാൻ എൻ്റെ നാട്ടിൽ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയി. അവിടെ തരിപ്പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പഞ്ചായത്തിലുള്ള ജനത്തോട് എന്ത് ചോദിച്ചാലും അവർ ചീത്ത മാത്രമേ പറയുള്ളൂ, എന്ത് ചോദിച്ചാലും. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ സ്വഭാവം, ഞങ്ങൾ എന്ത് പറഞ്ഞാലും ആരും പേര് വിളിക്കത്തില്ല, ആരും ഒരു ബഹുമാനം കൊടുക്കത്തില്ല, ആർക്കും ഒരു ആദരവ് കൊടുക്കത്തില്ല, അവർ വാ പൊളിച്ച ചീത്തയെ പറയുള്ളൂ. അങ്ങനെ ഒരു പഞ്ചായത്ത് കേരളത്തിലുണ്ട് കേട്ടോ. അല്ലേ? കോട്ടയം ജില്ലയിലാണ് അങ്ങനെ ഒരു പഞ്ചായത്തുണ്ട്. അല്ലേരിയ. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് എഴുതിയിട്ടാലും കുഴപ്പമില്ല, അവരോട് കാണട്ടെ. ഞാൻ അങ്ങനെ ഒരു പഞ്ചായത്ത് ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പഞ്ചായത്തിലൊക്കെ എന്നും നാശമാണ്, എന്നും അധപ്പതനമാണ്. അവിടെയുള്ള ഒറ്റ കുടുംബങ്ങൾക്ക് സന്തോഷമില്ല. കാരണം അവരൊക്കെ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരാ. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിക്കാൻ ആരും ഉണ്ടാകുകയില്ലെന്നാണ് 50-ാം സങ്കീർത്തനം 22-ാം വാക്യം പറയുന്നത്. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറന്ന് നീ ഒന്നും ചെയ്യരുത്. ദൈവത്തെ കൂടാതെ നീ ഒന്നും ചെയ്യരുത്. ആമേൻ. ലോകത്തിന്റെ വാക്കുകൾ കേട്ട് നീ ദൈവത്തിന്റെ കൽപ്പനകളെ നിരസിക്കരുത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയത് കൊണ്ടോ, രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുർബാന കൂടിയത് കൊണ്ടോ, രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിച്ചത് കൊണ്ടോ, രാവിലെ എഴുന്നേറ്റ് നമ്മൾ പാട്ട് പാടിയത് കൊണ്ടോ, രാവിലെ എഴുന്നേറ്റ് നമ്മൾ സഭയിൽ പോയി സഭായോഗത്തിൽ ഇരുന്നുകൊണ്ടോ, സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടോ നമ്മുടെ വഴികൾ ഇമ്പമുള്ള വഴികളാക്കി മാറ്റാൻ പറ്റത്തില്ല. ചിലരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത്. നമ്മുടെ വഴികൾ ഇമ്പമുള്ള വഴികളാക്കി മാറ്റണമെങ്കിൽ ദൈവികമായ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്.
ദൈവികമായ ജ്ഞാനത്തോടു കൂടി ദൈവികമായ പ്രബോധനം പ്രാപിച്ചുകൊണ്ട് ആ പ്രബോധനത്തെ നിന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതിയിട്ട് ആ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ വചനം ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതിയിട്ട് നീ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവിക സന്നിധിയിൽ നിന്റെ വഴികൾ ഇമ്പമുള്ളതാണെങ്കിൽ നീ എന്ത് ചെയ്താലും ശരിയാകും. അല്ലാതെ നമ്മൾ ഈ പുറമേ കാണിക്കുന്ന ബാഹ്യപ്രകടനങ്ങളൊന്നും ദൈവത്തിന് ഇഷ്ടമില്ല. അല്ലേ? പല ആളുകൾക്കും പുറമെയുള്ള ബാഹ്യപ്രകടനങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ലേ? അതൊന്നും ശരിയല്ല. നമുക്കറിയാം, ലോകത്തിൽ മദ്യപാനികൾ കേരളത്തിൽ മദ്യഷാപ്പുകളുടെ എണ്ണം കൂടുതലാണ്. ബീവറേജിന്റെ ബാറുകളിലേക്ക് എണ്ണം കൂടുതലാണ്. ചൂതാട്ട കേന്ദ്രങ്ങളും അതുപോലെ അധാർമികമായ അസാൻമാർഗികമായ ഒരുപാട് മേഖലകളുണ്ട്. നല്ലൊരു ശതമാനം, ഈ ലോകത്തിലെ 99.3% ജനങ്ങളും ഈ ലോകത്തിന്റെ അസാൻമാർഗികമായ വഴികളായി ഇമ്പമുള്ള വഴികൾ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ്. അല്ലേ? എന്ന ചെറിയൊരു കൂട്ടം മാത്രം കേട്ടോ, ചെറിയൊരു കൂട്ടം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ശതമാനം ഒന്നും പറയാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ചെറിയൊരു അംശം മാത്രമാണ് അപ്പന്റെ പ്രബോധനം കേട്ട്, അപ്പന്റെ ശാസന കേട്ട്, അപ്പൻ തരുന്ന വചനത്തെ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ട് അപ്പന്റെ നിർദ്ദേശപ്രകാരം വഴികൾ ഇമ്പമുള്ള വഴികളാക്കി പാതയ്ക്ക് സമാധാനം വരുത്തി ജീവിക്കുന്ന ആളുകൾ ചുരുക്കമാണ്. അല്ലേ? പക്ഷെ നമ്മൾ ആ വഴിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവിക സമാധാനം ലഭിക്കത്തുള്ളൂ. അല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യണം? അല്ലേലൂയ, ദൈവത്തോട്. അതുകൊണ്ടാണ് നമ്മൾ ഈ റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്ലേലൂയ, ആരെ സ്നേഹിക്കും? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. റോമാലേഖന 8-ാം അധ്യായം 28-ാമത്തെ വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കുമായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും. അപ്പൊ നമ്മൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്? ദൈവത്തെ സ്നേഹിക്കണം. ഭർത്താവിനെയും ഭാര്യയും മക്കളെ സ്നേഹിക്കേണ്ട, അപ്പനമ്മമാരെ സ്നേഹിക്കേണ്ട നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ എല്ലാത്തിനേക്കാൾ ഉപരിയായി ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ നിനക്ക് ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ വീണ്ടുന്ന ബലവും ശക്തിയും തന്ന്, നിനക്ക് ശ്വസിക്കുവാനുള്ള ഓക്സിജൻ ഒക്കെ തന്ന്, വായു ഒക്കെ തന്ന് നിനക്ക് എല്ലാം നൽകി തരുന്നത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് നീ ദൈവത്തെ വേണം ആദ്യം സ്നേഹിക്കാൻ. ആദ്യ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിനായിരിക്കണം. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയ അനുഭവത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. 7 സഭകൾക്ക് ദൂതരുമ്പോൾ നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ച്. കാരണം നമ്മുടെ ആദ്യ സ്നേഹം കർത്താവുണ്ടായിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു നാം അറിയുന്നു എന്നാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ സകലവും നന്മയ്ക്കായി തീരുന്നത് ദൈവമക്കൾക്കാണ്. സകലവും നന്മയാക്കി തീരുന്നത്, നന്മയാക്കി മാറ്റുന്നത്, നന്മയെ അനുഭവിക്കാൻ കഴിയുന്നത് ദൈവ മക്കൾക്കാകട്ടോ. അല്ലേരിയ. അത് ഇന്ന് പകൽ നീ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്തിട്ടുണ്ടെങ്കിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇപ്പം നീ മാനസികമായി അനുഭവിക്കുന്ന സങ്കടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ എല്ലാം കൈവിട്ടു പോയോ, എല്ലാം പരാജയപ്പെട്ടു പോയോ എന്നൊക്കെ ഓർത്ത് നീ വേദനയോടെ ഇരിക്കുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സൗരി, ദൈവം പറയാണ് അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നേ. ദൈവം നമ്മൾ ഈ പറയുന്ന പോലെ പൊട്ടച്ചൊല്ലും കളിവാക്കുമൊന്നും നമ്മുടെ കർത്താവ് പറയുന്നില്ല. പൊട്ടച്ചൊല്ലും കളിവാക്ക് ചീത്തത്തരവൊന്നും നമ്മുടെ കർത്താവ് പറയുന്നില്ല. എഫേസ്യർ 5-ാം അധ്യായം വായിച്ചത് കാണാൻ കഴിയും. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചീത്തത്തരം, ഇങ്ങനെ ചേർച്ചയില്ലാത്തയൊന്നും നമ്മൾ പറയരുതെന്നാണ്. സ്തോത്രം അത്രയും നമ്മൾ പറയേണ്ടത്. നമ്മുടെ കർത്താവ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അവൻ പറഞ്ഞാൽ പറഞ്ഞതാ, യേശുവിനോട് പറഞ്ഞാൽ പറഞ്ഞതാ. അതേ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സഹോദര സൗകര്യം, നിനക്ക് ഇന്ന് നിന്റെ കഷ്ടതയെ മാറ്റുവാൻ, നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ, ദുഃഖത്തെ മാറ്റുവാൻ, നിരാശകളെ മാറ്റുവാൻ, നിന്റെ പ്രശ്നങ്ങളെ മാറ്റുവാൻ, നിന്റെ പ്രതിസന്ധികൾ കൈപിടിച്ച് ഉയർത്തുവാൻ എന്റെ ദൈവ ശക്തൻ. അതുകൊണ്ട് പൗലോസ് കാരാഗ്രഹത്തിൽ പറഞ്ഞു കിടന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു എന്ന് പൗലോസ് പറയാൻ കാരണം. ഫിലിപ്പിയ കാരാഗ്രഹത്തിലാണ് പൗലോസ് കിടക്കുന്നത്. കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ കൊട്ടാര ജീവിതമല്ല, കാരാഗ്രഹത്തിനകത്ത് കാരാഗ്രഹത്തിന്റെ അനുഭവമാണ്. പക്ഷെ ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഈ ഭക്തൻ പറയുകയാണ്: എന്നെ ശക്തനാക്കുന്നവൻ സകലത്തിനും മതിയാകുന്നുവെന്ന്. ഫിലിപ്പിയ ലേഖനം 4:13 എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും, ഇതൊക്കെ നമ്മൾ വായിക്കുന്നതാണെങ്കിലും നമ്മുടെ വഴികൾ ദൈവഹിതപ്രകാരം ഇമ്പമുള്ള വഴികളാണോ?
അല്ലേ? എന്നെ കേൾക്കുന്ന മാതാവി, നീ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് എനിക്ക് സഹോദര, നീയും നിന്റെ മക്കളും നീയും നിന്റെ കുടുംബവും നിന്റെ മക്കൾ ഒന്നിച്ച് ജീവിതയാത്ര പ്രഭാതത്തിൽ ആരംഭിക്കും തൊട്ട് നിങ്ങളുടെ വഴികൾ ദൈവഹിതപ്രകാരം ഇമ്പമുള്ള വഴിയാണോ? സ്തോത്രം. നിങ്ങളെ ശോധന ചെയ്യണം. നിങ്ങളുടെ പാതയ്ക്ക് സമാധാനമുണ്ടോ? ഇതൊക്കെ നമുക്ക് ഈ വചനമൊക്കെ നൽകി തരുന്നത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കണം. അല്ലേ? നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നത്. അല്ലേ? നമ്മൾ ഈ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഹൃദയം നൊന്ത് ഹൃദയം വേദനിച്ച് സങ്കടപ്പെട്ട് ദുഃഖിച്ച് പരിഭവങ്ങളുമായി നിറഞ്ഞിരിക്കുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ കഴിയണ്ടേ എന്നെ നിങ്ങളെ ഒന്ന് വിടുവിച്ച് നമുക്ക് സന്തോഷത്തിന്റെ അനുഭവം തന്ന് നമ്മുടെ ജീവിതത്തെ തിളക്കമുള്ള ജീവിതമാക്കി മാറ്റാൻ വേണ്ടി ഒരുവൻ സ്വർഗമാക്കിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നു. ഇന്നേക്ക് 2025 വർഷം മുമ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ ആ ജീവിത സാഹചര്യങ്ങളെ മാറ്റി എഴുതുവാൻ അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി മാറി. അല്ലേ? നമ്മുടെ ജീവിതം ഇരുളടഞ്ഞ ജീവിതമായിരുന്നു, അല്ലെ? അടഞ്ഞ പുസ്തകമായിരുന്നു. പക്ഷേ അതിനെ മാറ്റുവാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നതും നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് നമ്മുടെ ഇരുളടഞ്ഞ ജീവിതത്തെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വെളിച്ചം തരാൻ വേണ്ടി ലോകത്തിന്റെ വെളിച്ചമായിരുന്നവൻ, ഏത് മനുഷ്യനെ പ്രകാശിപ്പിച്ച സത്യ വെളിച്ചമായിരുന്ന യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ആ ഇരുളടഞ്ഞ ആ ക്രൂശീകരണം, ആ മരണത്താൽ സ്വീകരിച്ചു തന്റെ ജഡത്തിൽ. എന്നിട്ട് നമ്മെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. ആ കർത്താവാണ് പറയുന്നത്, നിനക്ക് ഹല്ലേലൂയ ഉന്മേഷമുള്ള, ഊർജ്ജസ്വലതയുള്ള, ആരോഗ്യമുള്ള, തിളക്കമുള്ള, മാനമുള്ള, ധനമുള്ള, സമാധാനമുള്ളൊരു ജീവിതത്തെ ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല കേട്ടോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നാം സേവിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം, നാം സ്തുതിക്കുന്ന ദൈവം, ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ജീവനുള്ള ദൈവത്തെക്കുറിച്ചാണ്. എനിക്ക് സംസാരിക്കുവാനുള്ളത് ജീവനുള്ള ദൈവത്തെക്കുറിച്ച്. കാരണം ജീവനുള്ള ദൈവമായി എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചത്. അല്ലേ? എൻ്റെ ജീവിതത്തിന്റെ 25 വർഷം ഈ ലോകത്തിന്റെ പാപത്തിന്റെ അന്ധകാരത്തിൽ പാപത്തിൽ നിറയപ്പെട്ട എൻ്റെ ജീവിതം ഇരുളടഞ്ഞു പോയ ആ ഇരുളിന്റെ നടുവിൽ നിന്നെ വിളിച്ചു കൊണ്ടുവന്ന് തിളക്കമാർന്നൊരു ജീവിതം തന്ന് സ്തോത്രം, എൻ്റെ വഴികൾ ഇമ്പമുള്ള വഴികളാക്കി എൻ്റെ പാതയ്ക്ക് പ്രകാശം തന്ന ദേശകർത്താവ്. അതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കുവാനുള്ള ജീവനുള്ള ദൈവത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളൊക്കെ ഓർത്ത് വയ്ക്കുക, ദൈവം നമ്മോട് ചെയ്യുന്ന കരുണയോർത്തായി. ഹല്ലേലൂയ. നാം എന്തിന്റെ സങ്കടങ്ങളെ ദൈവം മാറ്റും. ഞാൻ പറയല്ലേ, നിന്റെ ജീവിതത്തിൽ ഇരുള് മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. ഇപ്പൊ നീ ഹൃദയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന, ഹൃദയത്തിൽ നീ ആശിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ ദൈവം നടത്തിത്തരും. നിന്റെ ആഗ്രഹം, നമ്മൾ 20-ാം സംഗീതത്തിലൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരുമെന്ന്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരാൻ കർത്താവിന് കഴിയും. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അറിയുന്നവൻ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ അറിയുന്നവൻ, നിന്റെ കുടുംബത്തിനകത്തും പുറത്തുമുള്ള, നിന്റെ ജീവിതത്തിന്റെ അകത്തും പുറത്തുമുള്ളത്, നിന്റെ ഹൃദയത്തിനകത്ത് നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സകല രഹസ്യങ്ങളും അറിയുന്നവൻ യേശു കർത്താവ് മാത്രമാണ്. നമ്മളൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട, എല്ലാം കർത്താവിനറിയാം. അല്ലേ? അവൻ നമ്മെ ദൂരത്ത് നിന്ന് കാണുന്നതാണെങ്കിൽ അവൻ നമ്മുടെ ചാരത്തുള്ളവനാ, അവൻ നമ്മുടെ ഹൃദയത്തിലുള്ളവനാ, അവൻ നമ്മെ നന്നായിട്ട് അറിയുന്നു. അത് എന്നിന്റെ സങ്കടങ്ങൾ മാറ്റാൻ ദൈവത്തിന് സമയം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയായിരിക്കുന്നു എന്നാണ് ദൈവത്തിൽ പറയുന്നത്. അതുകൊണ്ട് കഷ്ടതകൾ നേരിടുമ്പോൾ കൂടുതൽ പ്രയോജനമുള്ളവളാക്കി മാറ്റാൻ പോവുകയാണ്. നീ ഏറ്റവും കൂടുതൽ കഷ്ടതകൾ നേരിടുമ്പോൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ, നിന്നോട് എല്ലാവരും വെറുതെ എല്ലാവരും മാറ്റി നിർത്തുമ്പോൾ, അല്ലേ, നിനക്കത് വരണം, നിനക്കത് സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ, നിന്റെ കയ്യിലിരിപ്പുണ്ട്, നിന്റെ പ്രവർത്തന വാക്കുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, കഷ്ടതയ്ക്ക് മേൽ കഷ്ടത വരുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോവുകയാണ്. അല്ലേ? മറ്റുള്ളവർ നോക്കി നിൽക്ക ചെയ്ത് അവരെ അതിശയിക്കുമാറ്, അവർ ഇതെങ്ങനെ സംഭവിച്ചത്, എങ്ങനെ നടന്നു എന്ന് പറയത്തക്ക നിലയിലൂടെ ദൈവം നിന്നെ ചില പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് തിളക്കമാർന്നൊരു അനുഭവം ദൈവം തരാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നുണ്ടോ? കരപടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്നേ. കർത്താവ് അനുഗ്രഹിക്കും.
പ്രൈസറോ, ദൈവം നമ്മെ അനുഗ്രഹിക്കും. നിങ്ങൾ 67 സങ്കീർത്തനം ഒന്ന് വായിക്കണം. 67 അവിടെ എഴുതിയിട്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. ഇത് ചുമ്മാ എഴുതി വെച്ചിരിക്കുന്ന ഒരു നോവൽ, ഒരു കഥപുസ്തകമോ, ഒരു ആന്റീലും ഐതിഹ്യങ്ങളോ, കെട്ടുകഥകളോ, പഴങ്കഥകളോ, പുരാണങ്ങളോ ഒന്നും അല്ല. ഈ നമ്മൾ വായിക്കുന്ന സത്യവേദ പുസ്തകം എഴുതിയിരിക്കുന്ന ഓരോ വചനം ജീവനുള്ളതാണ്. മറ്റുള്ള പുസ്തകം പോലല്ല. മറ്റനവധി പുസ്തകങ്ങൾ ലോകത്തിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അല്ലേ? ഞാൻ 2 സെമിനാരിൽ പഠിച്ചു വന്നപ്പോൾ ഈ 2 സെമിനാരിൽ ഒരുപാട് പുസ്തകത്തിന്റെ കൂട്ടങ്ങളുണ്ട്. പക്ഷേ അല്ലേ സ്തോത്രം, എന്നാൽ അവിടെ അല്ലെങ്കിൽ ആ പുസ്തക കൂട്ടങ്ങൾക്കകത്ത് എഴുതി വെക്കാൻ കാരണമായ ഒരു പുസ്തകമുണ്ട്. അതാണ് സത്യവേദ പുസ്തകം. ആ സത്യവേദ പുസ്തകത്ത് എഴുതിയിരിക്കുന്ന വചനമെല്ലാം ജീവനുള്ളതാണ്. അതായത് ലോകത്തിലുള്ള ഒരുപാട് പുസ്തകം പോലെ അല്ല സത്യവേദ പുസ്തകം. ജീവനുള്ള ദൈവത്തിന്റെ ജീവന്റെ മൊഴികളാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിന്നോടുള്ള ദൂതുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിന്റെ മക്കളുള്ള ദൂതുകളാ, നിന്റെ ജീവിതത്തിലുള്ള ദൂതുകളായി പുസ്തകം എഴുതിയിരിക്കുന്നത്. നീ നാളെ എന്താകണം, ആരാകണം, എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം, നിന്റെ ജീവിതം എങ്ങനെയായിരിക്കണം, നിന്റെ മകൾ ആരായിരിക്കണം, അവരെങ്ങനെ ജീവിക്കണം, എവിടെ ജീവിക്കണം, അവർ ഏത് രാജ്യത്ത് വസിക്കണം, അവർ ഏത് ജോലി ചെയ്യണം, അല്ലെങ്കിൽ അവർ ഏത് മാർഗത്തിൽ ജീവിക്കണം, ഏത് മാർഗത്തിൽ നടക്കണം എന്നൊക്കെ നിന്നെക്കുറിച്ച് മുന്നമേൽ എഴുതി വെച്ചിരിക്കുന്ന സത്യവേദ പുസ്തകത്തിലാണ്. അതിവിടുത്തെ മന്ത്രവാദികളും ജ്യോത്സ്യന്മാരും കൈനോട്ടക്കാരും പക്ഷിശാസ്ത്രക്കാരും ആ മുഖലക്ഷം പറയുന്നവരൊന്നും അല്ല നിന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. നിന്റെ ജാതകമൊന്നും അല്ല അതിനകത്ത് എഴുതിയിരിക്കുന്നത്. നിന്നെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് വേദപുസ്തകമാണ്. എന്റെ ജാതകക്കാർ വീട്ടുകാർ പണ്ട് എഴുതിയെന്നാണ് പറയുന്നത്. ഞാനത് കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ കാലം കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടൊക്കെ ഓലപ്പുര ആയതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം കൂട്ടുകാർ ചെതല്, ഞങ്ങളുടെ വീട്ടിലെ ഇന്നും കൂട്ടുകാർ ചെതല്. കാരണം ഞങ്ങൾ പായിട്ട് കിടക്കുന്ന സമയത്ത് പായില്ല, ചിലപ്പം ചാക്ക് വിരിച്ച് ചിലപ്പോൾ ഓലയൊക്കെ കീറി മെടഞ്ഞിട്ട്, അപ്പൊ അത് ഞങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങും. രാത്രി കിടന്ന് നേരം വെളുക്കുമ്പോൾ ഞങ്ങൾക്കടി കൂട്ടുകാരുണ്ടാകും. ആരാ കൂട്ടുകാർ? ചെതല. അപ്പൊ തലേദിവസത്തെ ചാക്കും അമ്മയും പായും ആ ഓലയെല്ലാം ചെതലടിക്കും. പിന്നെ പിറ്റേ ദിവസം ഞങ്ങളുടെ അമ്മയ്ക്ക് പണിയായി. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ കിടത്തണ്ടേ. 8 മക്കളെ കിടത്താൻ പാകുന്നുണ്ട്. മേടിക്കാൻ പറ്റില്ല. അതിന് ഓല മെടഞ്ഞേ കിട്ടില്ല, അത് ചെതല് തിന്നും. അങ്ങനെ എന്റെ ജാതകം എഴുതിയതൊക്കെ ചെതല് നിന്ന് പോയി. നല്ല അത് വേണ്ടാതായതുകൊണ്ടാണ്. കാരണം ജാതകം എഴുതിയതല്ല യഥാർത്ഥം. നമ്മളെക്കുറിച്ച് യഥാർത്ഥമായിട്ട് എഴുതിയിരിക്കുന്ന വേദപുസ്തകത്തിലാണ്. എന്നെക്കുറിച്ച് യഥാർത്ഥമായിട്ട് എഴുതിയിരിക്കുന്നത് സത്യവേദ പുസ്തകത്തിലാണ്. അതുകൊണ്ട് ഞാൻ വായിച്ച ഭാഗത്തിലേക്ക് വരട്ടെ. എല്ലാവരും വായിച്ച സദൃശവാക്യം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യമാണല്ലോ. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: അതിന്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനമാകും. ദൈവിക ജ്ഞാനത്തിന്റെ അതെ നിന്റെ ജീവിതം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ പ്രശ്നം തീർക്കുന്ന ഒരു ദൈവമുണ്ട്. സമാധാനം തരുന്ന ദൈവമുണ്ട്. സന്തോഷം തരുന്ന ദൈവമുണ്ട്. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടിലോട്ട് കൊട്ടാരതി വരെ പാർക്കുന്ന സകല ജന എല്ലാ രാജ്യരാഷ്ട്ര തലന്മാരെയും ഞങ്ങൾ എല്ലാ അധികാരികളും ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യുവനത്തിനും വാർത്തിരാനും വൃത്തരും വശങ്ങളിലും യാചകരും ഓർഫനേജ് ഓട്ടജീവ തടവറയിലായിരിക്കുന്ന സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, കണ്ണുനീരിന്റെ നടിയുടെ കടന്നു പോകുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെ, കോടാനുകൂടി ജനങ്ങളെ, കേരളത്തിൽ ലോക രാജ്യങ്ങളിൽ പ്രതിസന്ധികളുടെ കടന്നു പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, അവരുടെ ജീവിതത്തിന്റെ ഇരുളുകൾ മാറ്റി അവരുടെ വഴികളൊക്കെ ദൈവപ്രകാരം ഇമ്പമുള്ള വഴികളും അവരുടെ പാതകൾ സമാധാനം കൂടെ നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നത്. വളരെ ക്ലേശം സഹിക്കുന്ന നിരവധി ആളുകളുടെ അവർക്ക് വിടുതലും മോചനം കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. കഷ്ടതയുടെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തിയെ കണ്ട് സന്തോഷിപ്പാൻ ജനത്തെ ഒരുക്കേണ്ടനായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇരുള് മാറട്ടെ, സങ്കടം മാറട്ടെ, ദുഃഖം മാറട്ടെ, നിന്ദകൾ മാറട്ടെ, രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. മദ്യത്തിന് മയക്കുവരും ശേഖരിക്കുക അടിമപ്പെട്ട് കുടുംബം ഒറ്റപ്പെട്ടു പോയ സഹോദരന്മാർ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പന്റെ പ്രബോധനം കേട്ടത് ഹൃദയത്തിന്റെ ഇരുമ്പടി താടി കൊണ്ട് എഴുതി കർത്താവെ വഴികൾ ഇമ്പമുള്ള വഴികളാക്കി സമാധാനമുള്ള പാതകളാക്കി തീർക്കുവാൻ ജനത്തെ ഒരുക്കണമേ. ഞങ്ങളുടെ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ ഭാരത വിദേശ രാജ്യം കഷ്ടം സഹിക്കാൻ നൊമ്പരപ്പെടുന്ന ആമേ സുവിശേഷം കാരാഗ്രഹത്തിൽ കിടക്കുന്ന റുപ്പിയുണ്ട്. എല്ലാവരും സമാധാനം കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.